ലോകം ഉറ്റുനോക്കുകയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഷെയ്ഖ് ഹസീനെ ഇന്ത്യ വിട്ടുകൊടുക്കുമോ അതോ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാട് തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഏതായാലും ബംഗ്ലാദേശ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകിയില്ലെങ്കിൽ ഇന്ത്യയോടുള്ള ഇടപെടൽ സൗഹാർദ്ദപരമാകില്ല എന്നാണ് ബംഗ്ലാദേശിന്റെ നിലപാട്. ബംഗ്ലാദേശ് ജനതയുടെ താൽപര്യങ്ങൾ പരിഗണിച്ചുള്ള ഈ നിലപാട് സ്വീകരിക്കും എന്നാണ് ഇന്ത്യയുടെ പ്രതികരണം. എന്നാൽ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനും ICTക്കുമെതിരെ കനത്ത ആരോപണങ്ങളുമായി ഷെയ്ഖ് ഹസീന രംഗത്തെത്തി. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഷെയ്ഖ് ഹസീന സംബന്ധിച്ചിടത്തോളം ഈ വിധി അപ്രതീക്ഷിതമായിരുന്നില്ല. അപ്പോഴും ഈ വിധി താൻ പരിഗണിക്കുന്നില്ല എന്ന് സ്വന്തം രാജ്യത്തേക്ക് സന്ദേശം അയക്കാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് കഴിഞ്ഞത് വലിയ തരത്തിലുള്ള ഒരു പിന്തുണ ഇന്ത്യയിൽ നിന്നുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിന് പുറത്തുകൂടിയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രതികരണം അത് തകർക്കുന്ന തരത്തിലാണോ? വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് നയതന്ത്രപരമായിട്ട് ഇന്ത്യ ഒരു സമീപനത്തിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകൾ അതിലുണ്ടോ? ഇന്ത്യയുടെ പ്രതികരണം ഇങ്ങനെയാണ്. ബംഗ്ലാദേശിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവിടുത്തെ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാത്രമേ ഇന്ത്യ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ, അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ മാത്രമേ ഇന്ത്യ നടത്തുകയുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രതികരണം. ആ ഒരു പ്രതികരണം നമ്മൾ ഒന്നുകൂടി നമ്മൾ സൂക്ഷിച്ചു വായിച്ചാൽ ഈ ജനങ്ങളുടെ തീരുമാനമെന്ന് പറയുന്നതാണ് അവിടുത്തെ ഏത് സർക്കാർ ആ രാജ്യം ഭരിക്കണമെന്നുള്ളത്. പക്ഷേ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ബംഗ്ലാദേശ് ഒരു ജനങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ല, അവരൊരു ഇടക്കാല സർക്കാരാണ്. അപ്പോൾ ആ സർക്കാരിൻ്റെ ഇടപെടലുകൾ നടപടികളെന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ചായിരിക്കില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു മറുപടിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ചുരുക്കം പറഞ്ഞാൽ ഹസീനയെ ബംഗ്ലാദേശിലേക്ക് അവരുടെ വധശിക്ഷ നടപ്പിലാക്കാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ട് ആ കാര്യം ബംഗ്ലാദേശിന് കൃത്യമായിട്ട് അറിയാം. അതായത് ഇന്ത്യ എളുപ്പത്തിൽ അങ്ങനെ ഹസീനയെ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ബംഗ്ലാദേശിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു മുന്നറിയിപ്പിൻ്റെ സ്വരത്തിൽ, ഭീഷണിയുടെ സ്വരത്തിലേക്ക് ഇന്ത്യയോട് സംസാരിക്കാൻ കഴിയില്ല. കാരണം ബംഗ്ലാദേശിൻ്റെ സ്ഥിതി അത്രയും ശക്തമായൊരു സ്ഥിതി ഇല്ല ഇന്ന് ബംഗ്ലാദേശിന്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പ് ഒരു രീതിയിലാണ് ബംഗ്ലാദേശ് സംസാരിച്ചത്. എത്രയും വേഗം ഷെയ്ഖ് ഹസീനയും അതുപോലെ അസദുസ്സമാൻ ഖാൻ, അതായത് അവിടുത്തെ മുൻ ആഭ്യന്തരമന്ത്രിയാണ്, ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. ഇവർ രണ്ടുപേരെയും എത്രയും വേഗം വധശിക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ബംഗ്ലാദേശിലേക്ക് കൊടുത്തയക്കണം, അല്ലെങ്കിൽ വിട്ടയക്കണം. ഇല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദമായിട്ടുള്ള നടപടികൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നുള്ളൊരു മുന്നറിയിപ്പോട് കൂടിയിട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര മന്ത്രാലയം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അപേക്ഷ ഇന്ത്യക്ക് ബംഗ്ലാദേശ് ഇന്ന് തന്നെ നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുള്ള ഇന്ത്യയുടെ മറുപടി എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. കാരണം ഇപ്പോൾ UN-ൻ്റെ ഒരു പ്രതികരണം ഈ കാര്യത്തിൽ വരുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ എടുത്ത നിലപാട് അല്ലെങ്കിൽ എതിരെയുള്ള കോടതി വിധി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യുണൈറ്റഡ് നേഷൻസ് പുറത്തുവിടുന്ന വാർത്തകൾ. അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഒരു ഭാഗം മാത്രം കേട്ട് ഷെയ്ഖ് ഹസീനയെ പോലൊരു മുൻ പ്രധാനമന്ത്രിയുടെ വാദം കേൾക്കാതെ അവർക്ക് എന്താണ് ഈ വിഷയത്തിൽ 834 പേർ രാജ്യത്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പോലും കേൾക്കാതെ അവർക്കെതിരെ വധശിക്ഷ വിധിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടി എന്നുള്ളതാണ് UN അടക്കമുള്ള സംഘടനകൾ, UN-ൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് സംഘടന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മുന്നിൽ വെച്ച് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു നിലപാട് ഒരു കേസാവുമ്പോൾ പ്രതിഭാഗത്തെയും കേൾക്കണമല്ലോ. അത്തരത്തിലൊരു നടപടി സ്വാഭാവിക നീതി പോലും നിഷേധിച്ച ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. ആ വിധിയുടെ പുറത്ത് ഷെയ്ഖ് ഹസീനയെ പോലെ ഒരാളെ വധശിക്ഷയ്ക്ക് വിട്ടു നൽകാൻ ഇന്ത്യ ഒരുക്കുമായിരിക്കില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ അറിയിക്കാൻ പോവുക എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ നടപടികൾ ഏത് തരത്തിലുണ്ടാകും എന്നുള്ളതാണ്. കാരണം ഇന്ത്യയെ ഒരിക്കലും പിണക്കി ബംഗ്ലാദേശിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവിടെ വലിയ രീതിയിലുള്ള അസ്ഥിരത ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ അവാമി ലീഗിൻ്റെ പ്രവർത്തകർ, അവാമി ലീഗ് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയാണ്. അവിടുത്തെ പ്രവർത്തകർ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും രാജ്യത്ത് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിലുണ്ട്. അതിനൊപ്പം ഇന്ത്യയെ പോലൊരു ശക്തമായ രാജ്യത്തെ വെല്ലുവിളിക്കാൻ കൂടി ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിന് ഒരു ശേഷിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി മൃദു സമീപനത്തിൽ പോകാനായിരിക്കും ബംഗ്ലാദേശ് തീരുമാനിക്കുക. ആ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം നമുക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള കത്ത് ഇന്ത്യക്ക് കൈമാറിയതിനു ശേഷം ആ കത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും
ഒരു കാര്യം ഉറപ്പാണ്, ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകാൻ ഇന്ത്യ തയ്യാറാകുമെന്ന് കരുതാൻ വയ്യ. അതേസമയം തന്നെ ഷെയ്ഖ് ഹസീന കുറച്ച് കാര്യങ്ങൾ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അന്ന് 2024 ജൂലൈ ഓഗസ്റ്റിൽ നടന്ന പ്രക്ഷോഭം എന്ന് പറയുന്നത് റിസർവേഷനെതിരായിട്ടുള്ള പ്രക്ഷോഭമാണ്. ആ റിസർവേഷൻ 2018 തന്നെ താൻ നിർത്തലാക്കിയതാണ്. പെട്ടെന്നൊരു ദിവസം കോടതിയുടെ വിധി ഉണ്ടാവുന്നു. 30% റിസർവേഷൻ സ്വാതന്ത്ര്യ സമരത്തിനായി പോരാടിയ ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകണമെന്നുള്ള കോടതി വിധി വരുന്നു. ആ വിധി നടപ്പാക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ പോലും സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു, പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രക്ഷോഭങ്ങൾ മുന്നിൽ നിന്നത് അവിടുത്തെ വിദ്യാർത്ഥികളാണെങ്കിലും യുവാക്കളാണെങ്കിലും, പക്ഷേ അതിന് പിന്നിൽ കളിച്ചത് അവിടുത്തെ പ്രതിപക്ഷവും ഭീകര സംഘടനകളുമാണെന്നുള്ളതാണ് ഷെയ്ഖ് ഹസീന മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അന്ന് ഈ 834ഓളം പേർ കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യം ഒരുക്കിയത് ഈ പ്രതിപക്ഷ സംഘടനകളാണ്, അല്ലാണ്ട് സർക്കാരല്ല. സർക്കാരിനോ സംവിധാനങ്ങളോ പോലീസോ സൈന്യമോ വലിയ രീതി ആരെങ്കിലും കൊല്ലണമെന്നോ വിദ്യാർത്ഥികളെ ഇല്ലാതാക്കണമെന്നോ ഉള്ളൊരു തീരുമാനത്തിൽ ഒരു നടപടികളും എടുത്തിട്ടില്ല. പക്ഷേ അവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് പ്രതിപക്ഷമാണ്. രാജ്യത്തെ സർക്കാരിനെ താഴെയിടാനായിട്ടുള്ള അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് അന്നത്തെ പ്രതിഷേധങ്ങൾ എന്നുള്ളതാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ വിധി പുറപ്പെടുവിച്ച കോടതിയുണ്ട്, ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ എന്ന് പറഞ്ഞത്. ഇത് മുഹമ്മദ് യൂനസിന്റെ ചൊൽപ്പടിക്കൊത്ത് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ പ്രതിപക്ഷവും ഭീകര സംഘടനകളുടെയും ആവശ്യമനുസരിച്ചാണ് ആ ഒരു കോടതി പ്രവർത്തിക്കുന്നത്. ആ കോടതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെല്ലാം അവാമി ലീഗ് എന്ന് പറയുന്ന ഈ സംഘടനയെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഷെയ്ഖ് ഹസീന, അതായത് മുൻ പ്രധാനമന്ത്രി എന്നെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി എന്നെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനോ എന്നെ വധിക്കാനോ വേണ്ടി മാത്രമാണ് ആ ഒരു കോർട്ട് നിലനിൽക്കുന്നത്. അതിനുവേണ്ടി മാത്രം പുറപ്പെടുവിച്ച ഒരു വിധിയാണ്. അല്ലാതെ തൻ്റെ ഭാഗം കേൾക്കാനോ തനിക്ക് പറയാനുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാനോ ശ്രമിക്കാതെ തനിക്കെതിരായ ഏകപക്ഷീയമായ നിലപാടെടുത്ത കോടതി. അതുകൊണ്ട് തന്നെ ആ കോടതിയുടെ വിധിയെ താൻ ഒരിക്കലും മാനിക്കുന്നില്ല, അതിനെ അംഗീകരിക്കുന്നില്ല. സത്യം നടപ്പാവുമെന്ന് ഉറപ്പുള്ള സമയത്ത് നീതിന്യായ വ്യവസ്ഥ അതിൻ്റെ കൃത്യമായ രീതിയിൽ എല്ലാ ഭാഗങ്ങളും കേൾക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കോടതിയിൽ ഹാജരാവാൻ താൻ തയ്യാറാണ്. അല്ലാതെ ഒരു തരത്തിലും ഏകപക്ഷീയമായി മുഹമ്മദ് യൂനുസും സംഘവും നയിക്കുന്ന സർക്കാരിന് അനുകൂലമായി ഒരു തീരുമാനമെടുക്കുന്ന ഒരു വിധിയെ താൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞത്. അങ്ങനെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഇന്ത്യ ഒപ്പം നിന്നെങ്കിൽ ഇന്ത്യയുടെ നിലപാട് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പറഞ്ഞ. കാരണം ഈ ഷെയ്ഖ് ഹസീനയുടെ അതേ നിലപാട് തന്നെയാണ് ഇന്ത്യയും സ്വീകരിക്കുന്നത്. ഞാൻ തിരികെ എത്താം. അഭിലാഷ് രാധാകൃഷ്ണൻ, ഇപ്പോൾ വിദേശകാര്യ നിരീക്ഷകർ കൂടിയായ ഡോക്ടർ മോഹൻ വർഗീസും എസ് വേണുഗോപാലും നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, കങ്കാരു കോർട്ട് എന്നുള്ള നിരീക്ഷണം പോലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ വധശിക്ഷ വിധിച്ച കോടതിയുടെ നിലപാടിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ മരണശിക്ഷ അംഗീകരിച്ചുകൊണ്ട്, അതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെങ്കിൽ മരണശിക്ഷ അംഗീകരിച്ചുകൊണ്ട് വിട്ടുകൊടുക്കാൻ ഇന്ത്യക്ക് കഴിയുകയില്ല എന്നുള്ള ഒരു നിരീക്ഷണമുണ്ട്. പക്ഷേ ബംഗ്ലാദേശിലെ ജനതയുടെ വികാരം പരിഗണിച്ചുകൊണ്ടുള്ളൊരു നിലപാടെടുക്കും എന്ന് ഇന്ത്യ പറയുകയും ചെയ്തിരിക്കുന്നു. അതായത് ഈ നിലപാടിൽ മാറ്റം വരുത്തിയേക്കും, ഹസീനയെ വിട്ടുകൊടുക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതല്ലാതെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു സമ്മർദ്ദത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയ നിലപാട് വഴിവെക്കും എന്ന് കരുതണം? ഇന്ത്യയുടെ മുമ്പിൽ പറഞ്ഞ ഇപ്പോൾ ഓപ്ഷൻസ് 2-3 ഓപ്ഷൻസ് ആണുള്ളത്. ഇവിടെ ഈ വിധി വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ ട്രൈബ്യൂണൽ. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊരു അന്താരാഷ്ട്ര കോടതിയാണ്, അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലുണ്ട്. ഇതൊന്നുമല്ല. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് രൂപീകരിച്ച, ഒരുപക്ഷെ അന്നത്തെ രാഷ്ട്രീയ പ്രതിയോഗികളെ വിചാരണ ചെയ്യാൻ വേണ്ടി രൂപീകരിച്ച ഒരു ക്രിമിനൽ ചാർജസ് എല്ലാം അറസ്റ്റ് ചെയ്യുന്ന ഒരു കോടതി സംവിധാനം. അതിപ്പോൾ പൊടി തട്ടിയെടുത്ത് പുതിയ 3 ജഡ്ജിമാരെ നിയമിച്ചുകൊണ്ട് മുഹമ്മദ് യൂനുസ് ഭരണകൂടം ഒരു ന്യായമല്ലാത്ത ഒരു വിധി കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ഇതിനെ കാംഗറു കോർട്ട് എന്ന് ഇവിടെ പിന്നെ സൂചിപ്പിച്ചല്ലോ. കാംഗറു കോർട്ട് എന്ന് പറയുന്നത് പൊതുവെ പറയുന്നത് യാതൊരു രീതിയിലും ഒരു കോടതിയുടെ ഒരു കെട്ടുമട്ടും ഒന്നുമില്ലാതെ ഒരു വിധി മുൻകൂട്ടി തയ്യാറാക്കി വെച്ചതിന് ശേഷം അത് പുറപ്പെടുവിക്കുന്ന ഒരു സംവിധാനമാണ് കാംഗറു കോർട്ട്. അതുകൊണ്ട് ഇത് ഷെയ്ഖ് ഹസീനയ്ക്ക് റെപ്രസെന്റ് ചെയ്യാൻ അവസരം കിട്ടിയില്ല. സർക്കാർ ഒരാളെ വെച്ചു, കൗൺസിലെ വെച്ചു. പക്ഷെ അത് സർക്കാർ ഹിതമനുസരിച്ച് മാത്രമേ അത് മുന്നോട്ട് പോകൂ. അതുകൊണ്ട് ന്യായമായ ഒരു വിചാരണ ഷെയ്ഖ് ഹസീനയ്ക്ക് ലഭിച്ചില്ല എന്ന് കൃത്യമായി ഇന്ത്യ പറയുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രതികരണം വളരെ മെഷേർഡ് ആണ്. ബംഗ്ലാദേശിലെ ജനതയെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു.
അവരുടെ അഭിലാഷമനുസരിച്ചുള്ള ഒരു ഗവൺമെന്റ് ആവണം ബംഗ്ലാദേശിൽ ഉണ്ടാവേണ്ടത്. ബംഗ്ലാദേശിന്റെ ജനാധിപത്യ പ്രക്രിയ, ബംഗ്ലാദേശിന്റെ സമാധാനം, ബംഗ്ലാദേശിന്റെ നിയമവാഴ്ച, ഇതെല്ലാം ഉറപ്പുവരുത്തുന്ന ഒന്നാകണം തീരുമാനം. ഇപ്പോൾ ഇതാ ഈ കാങ്കറോ കോർട്ടിന്റെ വിധി അത് അംഗീകരിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരല്ല. അതനുസരിച്ച് ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാനും തയ്യാറല്ല. നോക്കൂ, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു എക്സ്ട്രഡിഷൻ ട്രീറ്റി നിലവിലുണ്ട്. അത് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് എങ്കിൽ അവരെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കാനും, ഇന്ത്യ തേടുന്ന ക്രിമിനലുകൾ ബംഗ്ലാദേശിൽ പോയി ഒളിക്കുന്നു എങ്കിൽ ബംഗ്ലാദേശിൽ നിന്നും വിട്ടുകിട്ടാനുമുള്ള ഒരു ഇടപാടാണ് ആ ഒരു എക്സ്ട്രഡിഷൻ ട്രീറ്റി. അതിൽ ഈ രാഷ്ട്രീയ കുറ്റവാളികൾ, രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ആരോപണ വിധേയമാകുന്നവർ